ഇതാണ് നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെരാറാന ലുക്ക് വരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയിട്ട് അതും കാണാം. നമുക്ക് ഇതേപോലെ തന്നെ ഷെരാറ് നമുക്ക് അടിക്കാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം ആയിക്കോട്ടെ, ബാക്ക് ഭാഗം ആയിക്കോട്ടെ, കൈ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പാൻറ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ടേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതാ ക്യാൻവാസ് ഇവിടെ റെഡിയാണ്. ക്യാൻവാസ് മാത്രമല്ല, നമുക്ക് അതിന് ക്ലോത്ത് വേണം. ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ക്ലോത്തിൽ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അയൺ ചെയ്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണാം. പേപ്പർ ക്യാൻവാസ് ആണ് ഞാൻ എടുത്തത്. ഇതാകുമ്പോൾ നമുക്ക് അയൺ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ നല്ലതാണ്. ഇതിന് കട്ടിയുള്ള ക്യാൻവാസ് ഉണ്ട്. അത് നമ്മൾ കോളറൊക്കെ, ഇതും കോളറൊക്കെ യൂസ് ചെയ്യും, പക്ഷെ അത് നമ്മളെ ബോയ്സിൻ്റെ കോളറൊക്കെ അതേപോലെ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അപ്പം നമ്മൾ ചുരിദാറിൻ്റെ നെക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതാ കുറച്ചും കൂടെ നമുക്ക് ചെയ്യാൻ യൂസ്ഫുള്ള്. അപ്പോൾ ഇതാണ് ക്യാൻവാസ്. എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ക്യാൻവാസ് ഉണ്ടാവുക. അപ്പം ഇതിങ്ങനെ എടുക്കുക. ചെറിയൊരു ഭാഗം മതി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കഴുത്ത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 2.5 കഴുത്തിൻ്റെ അളവ് എടുത്തത്. അപ്പം നമുക്ക് 2.5 കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഒരു കഴുത്തിൻ്റെ ഭാഗം 5 എടുക്കണം. ഇതാ ക്യാൻവാസ് ഇതാ ഈ ഒരു രീതിയിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 5 എടുക്കുക. കറക്റ്റ് 5 അളവിലുള്ള ഇങ്ങനെ കഴുത്തിൻ്റെ അളവ് നമ്മൾ ഇവിടെയാണല്ലോ കഴുത്ത് 2.5 അടയാളപ്പെടുത്തുക. 2.5 അടയാളപ്പെടുത്തുന്നിടത്ത് ഇവിടെ കറക്റ്റ് 5 എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ കഴുത്തിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അളവിലാണ് ഞാൻ അടിക്കുന്നത് എന്നുള്ളത്. കഴുത്തിൻ്റെ ഇറക്കം ഞാൻ അധികം എനിക്ക് ലെങ്ത്ത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ 5.5 ഫ്രണ്ട് ലെക്കിൻ്റെ നെക്ക് എടുക്കുന്നത്. ലെങ്ത്ത് എടുക്കുന്നത് 5.5. അപ്പോൾ 5.5 കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു 8 എടുക്കുന്നുണ്ട്. എൻ്റെ 8 ഇവിടെ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. ഈ ഒരു പീസ് മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ മുന്നേത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമാണ്. ഇതാ ഈ ഒരു രീതിയിൽ ക്യാൻവാസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു മടക്ക് ഭാഗം വരുന്നിടത്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നെക്ക് അടയാളപ്പെടുത്തേണ്ടത്. ഓപ്പൺ ഭാഗത്ത് നിന്ന് ഒരിക്കലും നമ്മൾ അടയാളപ്പെടുത്തരുത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഞാൻ ക്ലോത്തിൽ നെക്കിൻ്റെ അളവ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഷോൾഡറൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കഴുത്തിൻ്റെ അളവ് 2.5 ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ 5.5 എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് കൂടുതലായിട്ട് വേണ്ട, അതുകൊണ്ട് 5.5 മതി എന്നുള്ളത് 5.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമ്മൾ ജസ്റ്റ് 2.5 ഉണ്ടോ എന്നുള്ള കറക്റ്റ് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അളവിൽ വ്യത്യാസം വരില്ല. അപ്പം ഈ ഒരു രീതിയിൽ എടുത്ത് വെക്കുക. 2.5 വരുന്നിടത്ത് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരഞ്ഞു കൊടുക്കുക. ഇത് സ്ക്വയറിലാണ് കിട്ടുക. ഇത് നമ്മളിങ്ങനെ റൗണ്ടാക്കി കൊടുക്കണം. ഈ ഒരു റൗണ്ടിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രിക എടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത്. ഇത് കട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലൈനിൻ്റെ ഇപ്പുറം കട്ട് ചെയ്യണം. ലൈനിൻ്റെ അപ്പുറം കട്ട് ചെയ്താൽ നമുക്ക് അളവിൽ വ്യത്യാസം വരും. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു കട്ടിങ്ങും കൂടെ ഇവിടെ വേണം. നമ്മൾ ക്ലോത്തിൽ ഇത് അയൺ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. നെക്കിൻ്റെ അളവ് ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് കിട്ടണം. ഇത് തന്നെ നമുക്ക് തുണിയിൽ അയൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാൻ. ബാക്കി ഇങ്ങനെ ഒരു ക്ലോത്തിൽ ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടയാളപ്പെടുത്തേണ്ടത്, ഇത് വെച്ച് കഴിഞ്ഞിട്ടും ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ചിട്ട് നോക്കുക. 2.5 5 ആണല്ലോ, 5 കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അവിടെ 2 സ്ഥലത്തും ജസ്റ്റ് ചോക്ക് കൊണ്ട് ഒരു അടയാളം വെച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ അയൺ ചെയ്യുമ്പം എങ്ങനെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തുണി നീങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു അടയാളം കൊടുക്കുന്നത്. അപ്പം നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ ഇങ്ങോട്ടൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ബാക്കി നോക്കാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ചൂടാകുമ്പം ഇതിൻ്റെ കൂടെ പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. മാക്സിമം അത് നോക്കുക.
ഈ ഒരു രീതിയിൽ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് കിട്ടുക. എന്നിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റ് നമുക്ക് 5 കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഇത് നമുക്ക് കറക്റ്റ് 5 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണം. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ചെയ്യുന്ന പോലെ തന്നെ. ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടിയത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത ക്ലോസിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് എല്ലാ ഭാഗവും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ റൗണ്ടിൽ ഇവിടം വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നെക്കിൻ്റെ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തത് ക്രേപ്പിൻ്റെ തുണിയാണ്. കോട്ടൻ്റെ തുണിയാണെങ്കിൽ കുറച്ചും കൂടെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഞാൻ നെക്കിൻ്റെ ക്യാൻവാസ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് നെക്കിൻ്റെ നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ക്രേപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ തുണിയുണ്ട് ആദ്യം എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ടെക്കിട്ട് കൊടുക്കണം. അതേപോലെ നമ്മൾ നല്ല തുണി ഉണ്ടല്ലോ, നല്ല ക്ലോത്ത്, അതിൻ്റെതും ഇതേപോലെ മടക്കിയിട്ട് സെൻറ്ററിൽ ഒരു ടെക്കിട്ട് കൊടുക്കണം. പിന്നെ നമ്മളിപ്പം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലും നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ ടെക്കിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ടെക്കിടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് ലൈനിങ് വെക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു നല്ല തുണി ഉണ്ടല്ലോ, നല്ല തുണീൻ്റെത് ഇങ്ങനെ വെച്ചാൽ മതി. നല്ല ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഈ ഒരു സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ നല്ല ഭാഗം ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ഇവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിലെ മുന്നേ ഈ ഒരു ക്ലോത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇവിടെ മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇത് ഞാനിതാ ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്തത്. ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോകും, അത് ഞാൻ പറഞ്ഞാൽ അത്ര മനസ്സിലാവണമെന്നില്ല. നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് കുറച്ചും കൂടെ ഞാനൊന്ന് കാണിച്ചു. ഇനി നമുക്കിത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്യാൻവാസിൽ തൊടാതെ ക്യാൻവാസിൻ്റെ ഇപ്പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ക്യാൻവാസ് തൊടാൻ പാടില്ല. ക്യാൻവാസിന് തൊട്ടിപ്പുറം ഈ ഒരു കൂടെ ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ ഭാഗത്ത് വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ടോ, ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ച് നോക്കണം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പം ഞാൻ അടിച്ചത് പറഞ്ഞിട്ടുണ്ട്, അടിച്ച നൂല് കാണുന്നതിൻ്റെ അടുപ്പിക്കരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുക. ഇനി നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് പോകണം. പക്ഷെ ഉള്ളിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ നമുക്കൊരു സ്റ്റിച്ചും കൂടെ ഇവിടെ കൊടുക്കാനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അത് നമ്മൾ മടക്കുമ്പം ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ വരുന്ന രീതിയിൽ ചെയ്യരുത്. ഈ ഒരു പീസ് ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ മേലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു നല്ല ക്ലോത്തിൻ്റെ മേലെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത ക്യാൻവാസിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ
ഇതാ ഞാൻ പറഞ്ഞതുപോലെ ഓൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടതാ, ഇതിങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പം നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഒരു ഹെമ്മിങ് പോലെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ഹെമ്മിങ് പോലെ കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കിത് ലൈനിങ്ങിൻ്റെ കൂടെ അടിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പം ഒന്നും ആവില്ല. ലൈനിങ്ങിൻ്റെ കൂടെ അടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നെക്കേ മനസ്സിലാവില്ല എങ്ങനെയാണെന്നുള്ളത്. നെക്കിൻ്റെ നമുക്ക് കട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാനും പറ്റും. അത് ലൈനിങ് നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ഈ മേലത്തെ ഭാഗത്തിന് തുണിയുണ്ടല്ലോ, ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇതാ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇതാ ഇതിവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ നിന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കിതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഈ ഒരു അറ്റത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ഭാഗം അടിക്കണം. ബാക്ക് ഭാഗം നമ്മളിങ്ങനെ ക്യാൻവാസ് കൊടുക്കണമെന്നില്ല, പക്ഷെ നമുക്ക് ക്യാൻവാസ് കൊടുത്ത് ചെയ്യണേ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ നോർമലായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനിയിതാ ബാക്ക് ഭാഗം നമുക്ക് ബാക്ക് ഭാഗത്തിന് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ വിടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2.5 എടുത്തത്. ഫ്രണ്ട് നെക്കിനെ നമ്മൾ 2.5 തന്നെ എടുത്തത്. അത് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം അളവിലാണ്. വിടുത്ത് 2.5 എടുക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 3.5 ആണ്. 3.5 എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിലും അതേപോലെ അധികം ലെങ്ത്ത് വേണ്ട എന്നുള്ള രീതി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്ക്വയർ ആയിട്ട് വരഞ്ഞു കൊടുക്കാം. ഈ ഒരു രീതിയിൽ സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു റൗണ്ടിൽ ഞാൻ വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യണമെന്നില്ല. ഈ ഒരു പീസ് ഈ ഒരു ലൈനിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഉടുപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ രണ്ടും രണ്ട് കട്ടിങ് ആയിപ്പോൾ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഇതിൻ്റെ മേലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു നല്ലൊരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു നല്ലൊരു പീസിൻ്റെ എവിടെയാണോ ഇതിൻ്റെ നല്ല ഭാഗം നോക്കുക. നല്ല ഭാഗം നോക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഉൾഭാഗം വെച്ചിട്ട് ഇതാ ഓൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ തിരിച്ചിടുമ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതാ നല്ല ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് ലൈനിങ്ങും ഇങ്ങനെ പോയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാ ഈ ഒരു രീതിയിലായിട്ടാണ് നെക്ക് ഉണ്ടാവുക. ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് ബാക്ക് ഭാഗം അടിച്ച് കഴിഞ്ഞു, ഫ്രണ്ട് ഭാഗവും അടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഷോൾഡറാണ് അടിക്കേണ്ടത്. ഷോൾഡർ അടിക്കുമ്പോൾ നമ്മൾ ഷോൾഡർ കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ മുമ്പൊക്കെ ഉടുപ്പൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ലൈനിങ് ഒക്കെ വെക്കാണ്ട് അടിക്കുമ്പോൾ ഇങ്ങനെ നേരെയാണ് അടിച്ചു കൊടുക്കുക. ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്. ഷോൾഡർ ഇവിടെ കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് ഭാഗത്തെ നെക്കിൻ്റെ ഇവിടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കിൻ്റെ ഇത് ഇവിടെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ട് കൊടുക്കണം. ഷോൾഡറിൻ്റെ ഈ ഭാഗം അപ്പുറത്തെ ഭാഗം രണ്ടും ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിവർത്തി നോക്കാം എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നിവർത്തി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്ക് ഭാഗം, ഇത് ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് ഭാഗം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കൈയാണ്. കൈയിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്തത് നോക്കാം നമുക്ക്. ഇതാ കൈ നമുക്കിതാ രണ്ട് കൈയിൻ്റെ ഭാഗം നമുക്ക് ഈ ഒരു ഭാഗം അടിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെയും അതേപോലെ ഇവിടെയും രണ്ട് ഭാഗവും അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. ഇത് നമ്മൾ കൈ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കൈ അടിക്കുക എന്നുള്ളത്. രണ്ട് കൈയും ഞാനിത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കൈ അടിച്ചു, ഒരു കൈ അടിച്ചു. അതിൻ്റെ ലൈനിങ്ങും ഇതാ അതേപോലെ തന്നെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലൈനിങ് ഞാൻ ഫുള്ള് ലെങ്ത്തിലുള്ള ലൈനിങ് ഞാൻ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ഹാഫേ കൊടുക്കുന്നുള്ളൂ ലൈനിങ്. അതേപോലെ ഇതാ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഇതിൻ്റെ മുകളിൽ രണ്ട് ഭാഗവും കൈ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം, ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം.
ഇത് കൈയിൻ്റെ ഭാഗം ഇതാണ്. അതിന് ലൈനിങ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഇതാ നമ്മളെപ്പോഴും പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പീസ് എടുക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ കിട്ടുക. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഇതിൻ്റെ ഉൾഭാഗം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ലൈനിങ് വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ലൈനിങ് വെച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ വെക്കുമ്പം ഈ ഒരു ഭാഗം കാണാത്ത രീതിയിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ലൈനിങ്. എന്നിട്ട് നമുക്കിത് ഈ ഒരു ക്ലോത്തിൽ വെച്ച് കൊടുക്കണം. ഈ ഒരു ക്ലോത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ അടിച്ച് വെച്ച് കൈയിൻ്റെ ഈ ഒരു സെൻറ്ററിൻ്റെ ഈ ഒരു ഭാഗമുണ്ട്. ഇത് ഇവിടെ വെച്ചിട്ട് ഓൾ റൗണ്ട് ഇങ്ങനെ അടിച്ച് വിടാൻ വരെ എത്തണം. ഈ ഭാഗം അതേപോലെ അടിച്ചതിൻ്റെ ഓൾറെഡി ഈ ഭാഗം എത്തണം. അതേപോലെ ഈ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും രണ്ട് കൈയും അടിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു രീതിയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓൾ റൗണ്ട് ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗവും ഇതേപോലെ ഞാനിങ്ങനെ കൈ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് തിരിച്ചിട്ടിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കൈ കിട്ടുക. അപ്പോൾ നമുക്കിതാ ലൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗം മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തെ ഭാഗം അതേപോലെ ഓൾ റൗണ്ട് വെച്ച് കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ നമ്മളെ ഫ്രോക്കിൻ്റെ ഭാഗം ഇത്രയും ആയിട്ടുണ്ട്. കൈ അടിച്ചു, നെക്ക് അടിച്ചു, ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ അംബ്രല്ല കട്ടിന് വേണ്ടിയിട്ട് നമ്മളിത് 2 പീസ് ആക്കിയിട്ടില്ല. ഇങ്ങനെയാണ് അംബ്രല്ലേൻ്റെ പീസ് ഉള്ളത്. അപ്പം നമുക്കിത് എന്താക്കണം, ഈ ഒരു പീസ് ഒരു ഭാഗം നമുക്ക് ഷേപ്പാക്കി കൊടുക്കണം. ഒരു ഭാഗം ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ടാണ് അംബ്രല്ല പീസ് അതിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഷേപ്പാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിത് ഷേപ്പാക്കണം എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് നമുക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഭാഗം ഞാൻ ഈ ഒരു പീസും കൂടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അംബ്രല്ലയുടെ പീസും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു ക്ലോത്ത് എത്ര ഉണ്ട് നോക്കാം. ഈ ഒരു ക്ലോത്ത് വരുന്നത് 24 ആണ്. 24 വരുന്നുണ്ട്. 24 എന്ന് പറയുമ്പം ഇവിടെ കറക്റ്റ് 12.4 സെൻറ്റർ വരുന്നത്. 12.4 അടയാളപ്പെടുത്താം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഷേപ്പിലാണ് ഞാൻ ഷേപ്പാക്കുന്നത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 അടയാളപ്പെടുത്താം. ഈ ഒരു രീതിയിൽ ഇവിടെ 10 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ 10 അടയാളപ്പെടുത്താം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും അടയാളപ്പെടുത്തണം. ഇവിടെയും അതേപോലെ തന്നെ സെയിം അളവ് തന്നെയാണ് വരുന്നത്. ഈ ഒരു സെൻറ്ററാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ ഞാൻ 10 എടുത്തത്, എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണ്ടത് 9 ആണ്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ 9 ഇവിടെയും അടയാളപ്പെടുത്താം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കൈയാണ്. കൈയിൻ്റെ അളവ് നമ്മൾ അടയാളപ്പെടുത്തുമ്പം എനിക്ക് 5.5 ഇവിടെ അളവ് വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലൈസ് വെച്ച് കൊടുക്കണം. അത് ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലൈസിൻ്റെ കാര്യം നോക്കുന്നത്. ഞാനിവിടെ 5.5 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുക്കുക. ഇതേപോലെ ഇപ്പുറത്തെ ഭാഗവും ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലൈസ് വെക്കാന്നുള്ളത്. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. ഞാനിതാ ലൈസ് ഞാൻ ആദ്യം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കൈക്ക്. എന്നാൽ നമ്മളിങ്ങനെ ഷേപ്പാക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷനിൽ കിട്ടും. നമ്മൾ ഷേപ്പാക്കി കഴിഞ്ഞിട്ട് ലൈസ് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ഷേപ്പാക്കി എടുക്കുക. ഇതേപോലെ ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ ഇങ്ങനെ മടക്കി അടിച്ചിട്ടാണ് നമ്മൾ ലൈസ് വെച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ലൈസ് ഇതാ ഇങ്ങനെ ഇതിൻ്റെ വില വെച്ച് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെയുള്ള ഈ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് ലേസ് അടിക്കാൻ പറ്റില്ല. ഈ ഒരു രീതിയിൽ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ലൈസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം മടക്കി അടിച്ച് എന്നിട്ട് ഇതേപോലെ ലൈസ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്താക്കണം, നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ അടിക്കുമ്പോൾ ഇവിടെ കല്ല് വരുന്നത് നമ്മൾ കൈകൊണ്ട് എടുത്ത് കളയണം. ഈ ഒരു രീതിയിൽ വരുമ്പോൾ അടിക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ നമ്മൾ കല്ലങ്ങ് എടുത്ത് കഴിഞ്ഞിട്ട് അടിക്കണം. അല്ലെങ്കിൽ സൂചി പൊട്ടുന്ന പ്രശ്നം വരാറുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പീസ് ഓൾറെഡി നമ്മൾ അംബ്രല്ലേൻ്റെ കട്ട് ചെയ്ത് വെച്ച പീസ് ഇവിടെ വെക്കാൻ പറ്റുക. ഇതാ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിടുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. കൈക്ക് ഇത് ലൈസ് വെച്ച ഭാഗം ഇങ്ങനെയുണ്ട്.
അതേപോലെ ഇതാ കൈ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതാ ഈ ഒരു അംബ്രല കട്ടിൻ്റെ ഈ ഒരു പീസ് ഇവിടെ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ആദ്യം നമ്മൾ ലൈനിങ് ഇതിൻ്റെ മേലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ വെക്കണം. ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാ ഈ ഒരു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വെട്ടി വെച്ച പീസാണ് ഇത്, അംബ്രല കട്ടിൻ്റെ പീസ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതാ സെയിം ഇതിൽ ലൈനിങ്ങും ഇതേപോലെ തന്നെ ഉണ്ട്. ലൈനിങ് 2 ഭാഗം കട്ട് ചെയ്ത ലൈനിങ് ആണ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അതിൻ്റെ സെൻറ്റർ ഞാനിത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്താക്കാം, ഇതിങ്ങനെ എടുക്കാം. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സെൻറ്റർ. ഇതായത് മടക്കി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഈ സെൻറ്റർ അല്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വരുന്ന ഈ ഒരു സെൻറ്റർ, ഇവിടെയാണ് സെൻറ്റർ എന്ന് ഉദ്ദേശിച്ചത്. അപ്പം ഇവിടെ ഈ ഒരു ക്ലോത്തിൻ്റെ ഉൾഭാഗം അതേപോലെ നല്ല ഭാഗം നോക്കണം. അതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു ലൈനിങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ലൈനിങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഇതിൻ്റെ നമ്മൾ എടുത്ത് വെച്ച ഈ ഒരു സെൻറ്റർ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെയും ഈ ഭാഗം ഇങ്ങനെയും അടിച്ചു കൊടുക്കണം. കാണുമ്പം എങ്ങനെ മനസ്സിലാവുന്നുള്ളത് എനിക്കറിയില്ല. അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇതാ നമ്മൾ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഡ്രസ്സ് നമ്മൾ കൈക്ക് ലൈസ് വെച്ചത് അതും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടി മടക്കി അടിക്കണം. അടി മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രേപ്പിൻ്റെ തുണി ലൈനിങ് ഉണ്ടല്ലോ, അത് സാധാരണ രീതിയിൽ ഇങ്ങനെ മടക്കി അടിക്കാം. ഈ ഒരു ഫ്രണ്ട് ഭാഗം മടക്കി അടിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ പൈപ്പ് ലൈൻ കൊടുക്കുന്നത് പോലെയുള്ള ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. പീസ് അടിക്കുമ്പോൾ നമുക്ക് ഓവർലോക്ക് അല്ല, വേറൊരു രീതിയിൽ മെഷീൻ്റെ മുകളല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം. സ്റ്റിച്ച് ചെയ്യുന്നതും കാണിച്ചു തരുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും കാണിച്ചുതരാം. അപ്പം ഈ ഒരു രീതിയിലാണിതാ നമ്മളെ ഡ്രസ്സ് ഈ ഒരു രീതിയിലായിട്ടാണ് ഉള്ളത്. ഞാൻ ഇതിന് പാൻറ് അടിക്കണം, ഷാളിന് ലൈസ് കൊടുക്കണം, അതും കൂടെ ചെയ്തിട്ട് ബാക്കി ലൈനിങ് നമുക്കിങ്ങനെ റൗണ്ടിലാണല്ലോ അടിക്കേണ്ടത്. റൗണ്ടിൽ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ മടക്കി അടിക്കുമ്പോൾ ഈ ഒരു വൃത്തിയില്ലാത്ത രീതിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ മടക്ക് മടക്കിയിട്ട് ഇതേപോലെ ഓൾ റൗണ്ട് ഒറ്റ മടക്ക് മടക്കിയിട്ട് അടിക്കുക. എന്നിട്ട് ഒരു മടക്കും കൂടെ മടക്കുക. അപ്പോൾ അത് ഒറ്റ മടക്ക് മാത്രം മടക്കി ഇങ്ങനെ അടിക്കുക. എന്നിട്ട് രണ്ടാമതൊരു മടക്കും കൂടെ മടക്കുക. ഇത് അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു മടക്ക് ഞാനിതാ ഓൾ റൗണ്ട് അടിച്ചു. ഇനി നമുക്ക് അത് തന്നെ ഇതാ ഒരു മടക്കും കൂടെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് അടിക്കുമ്പോൾ ഉള്ള ഇങ്ങനെ ഓൾ റൗണ്ടായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പം കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം ഇതാ നമ്മൾ ഓൾറെഡി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പീസ് അടിക്കണം. ഈ ഒരു പീസ് അടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാവുന്നത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കരുത്, ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഈ ഒരു അറ്റത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അടിക്കുന്നത് നോക്കാം നമുക്ക്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. മടക്കിയിട്ട് അറ്റത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. എന്നാലേ ആ ഒരു രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. മടക്കിയിട്ട് ഞാൻ പറഞ്ഞു അറ്റത്ത് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു പീസ് നമുക്കിങ്ങനെ ഓൾ റൗണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുണി ഒരിക്കലും കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഇത് മാത്രം ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഓൾ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാനുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് അടിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. ഓൾ റൗണ്ട് നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫ്രണ്ട് ഭാഗത നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ അടിച്ചു മടക്കിയിട്ട് അടിക്കുന്നതൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഇൻ്റർലോക്ക് നമ്മൾ മെഷീനിൽ ചെയ്യുന്ന അതേ രീതിയിലാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കൈകൊണ്ട് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൈകൊണ്ട് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതാ മേൽഭാഗം ഡ്രസ്സ് ഞാൻ ഇതാ ഫുൾ അടിച്ചിട്ട് അടിക്കണം. അതേപോലെ ഷാളും അതിൻ്റെ ലൈസൊക്കെ വെക്കണം. എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ഇടുന്ന വീഡിയോ കൂടെ ഞാനിത് കാണിക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് കാണാം. നമ്മൾ മേലെ ഭാഗത്ത് തന്നെ എല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാൻറ് അടിക്കണം. പാൻറ് അടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ എന്താക്കണം എന്ന് വെച്ചാൽ പാൻറ്റിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. അതേപോലെ ലൈനിങ്ങും മടക്കി അടിക്കണം. രണ്ടിൻ്റെയും അടിഭാഗത്തിൻ്റെയും അതേപോലെ നല്ല തുണിൻ്റെയും അടിഭാഗം
മടക്കി അടിച്ചിട്ട് നമുക്ക് ഇത് മടക്കി അടിക്കുമ്പോൾ പാൻറ് സാധാരണ പലാസ പാൻറ്റൊക്കെ മടക്കി അടിക്കുമ്പോൾ 1 ഇഞ്ചിലാണ് നമ്മളിവിടെ മടക്കി അടിക്കുക. പക്ഷെ ഞാൻ ആ ഒരു ഇഞ്ച് ചെയ്യുന്നില്ല. ഇത് കുറച്ചും കൂടെ ഒരു വെറൈറ്റി മോഡൽ ആയതുകൊണ്ട് ഞാൻ ഒരു 1/2 ഇഞ്ചിലാണ് ഇത് മടക്കി അടിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൽ മടക്കി അടിച്ചിട്ട് 2 കാലിൻ്റെതും 1/2 ഇഞ്ചിൽ മടക്കി അടിച്ച് അതേപോലെ ലൈനിങ്ങും അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇതാ അടിഭാഗം മടക്കി അടിച്ചിട്ട് ലൈനിങ്ങും അതേപോലെ നല്ല തുണിയുന്നത് മടക്കി അടിച്ചിട്ടുണ്ട്. നമ്മൾ പാൻറ് അടിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എല്ലാവരും ചെയ്യുക. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതിങ്ങനെ ഉൾഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിൽ, നല്ല ഭാഗം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസും ഞാനിതാ മടക്കി അടിച്ചിട്ടുണ്ട്. ഈ ഒരു പീസിൻ്റെതും അതേപോലെ തന്നെ നല്ല ഭാഗം ഉള്ളിലേക്ക് പോയിട്ട് ഉൾഭാഗം പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ അടിക്കുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് എനിക്ക്. അപ്പം ഞാൻ എന്താക്കുക, ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു നല്ല ഭാഗത്ത് നിന്നുള്ള ഈ തുണി ഉണ്ടല്ലോ, ഈ തുണീൻ്റെ മേലെ ഈ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ ഉണ്ടാവും മടക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ. എന്നിട്ട് സ്റ്റിച്ചിങ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നേ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോവാം ഇവിടം വരെ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് മടക്കി വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. 2 ഭാഗവും ലൈനിങ് എന്ന് ഞാൻ പറഞ്ഞ മുക്കാലുള്ള ലൈനിങ് ഞാൻ കൊടുത്തിട്ടുള്ളൂ, ഫുള്ള് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലൈനിങ് ഞാൻ വെച്ചത്. അതേപോലെ തുണി എന്നിട്ട് നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടം വരെ എത്തണം. അപ്പം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. 2 പാൻറ്റും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് ഇവിടം വരെ, അതേപോലെ ഈ ഭാഗം ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് 2 ഭാഗം അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിടാം, നല്ല ഭാഗം ആക്കിയിട്ടിടാം. ഈ ഒരു രീതിയിലാണ് നല്ല ഭാഗം ആക്കിയിട്ട് നമുക്കുണ്ടാവുക. അതേപോലെ ഈ പീസും നല്ല ഭാഗം ആക്കിയിട്ട് എടുക്കാം. നമ്മളൊരു പാൻറ്റിന് 2 കാലും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ അടിക്കുമ്പം വേറൊരു പാൻറ് അടിക്കുന്ന പോലെ അല്ല ഇത് അടിക്കേണ്ടത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം എടുക്കുക, ഇതിൻ്റെ ഈ ഒരു ഭാഗം എടുത്തിട്ട് അതേപോലെ മറ്റേ കാലിൻ്റെ ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗം എടുത്തിട്ട് രണ്ടും കൂടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. അപ്പം ഞാനിത് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നിട്ട് ബാക്കി നമുക്ക് അടിച്ചിട്ട് പോകണം. അടിച്ചിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പാൻറ്റാന്നുള്ളത്. പക്ഷെ നമുക്കിതിവിടെ എലാസ്റ്റിക് വെക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്കിത് എലാസ്റ്റിക് വെക്കണം. എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൂടെ നിൽക്കും. താഴെ ഭാഗം ഞാൻ പറഞ്ഞു, താഴെ ഭാഗം ഞാൻ ഓൾറെഡി ഇത്രയും വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. ഓൾറെഡി നമുക്ക് ടോപ്പിൻ്റെ ഭാഗം കുറച്ച് ചെറുതായത് കൊണ്ടാണ് ഞാൻ വലിയ പലാസ എന്ന രീതിയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്ര വീതി വേണം, അതുകൊണ്ട് ഇത്ര വീതിയിലാക്കിയത്. ഇതിൽ വീതി കുറക്കണമെങ്കിൽ വീതി കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അതിൽ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എലാസ്റ്റിക് വെക്കാം. എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പാൻറ്റ് ഓൾറെഡി 3/4 കൊടുക്കണ്ടോ എന്നുള്ളത്. അപ്പോൾ 3/4 കൊടുത്തിട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പം എനിക്ക് കുറച്ച് ബോറായിട്ട് തോന്നി. ഞാൻ അപ്പോൾ ലൈനിങ്ങിൻ്റെ കൂടെ ഒരു പീസും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫുൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയില്ലാത്ത തുണിയാണ്. നല്ല കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ 3/4 കൊടുത്താലും മതി, പ്രശ്നമല്ല. ഇത് ഇട്ട് നോക്കിയപ്പം ചെറുതായിട്ട് കാല് കാണുന്നത് കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാൻറ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. എലാസ്റ്റിക് വെക്കേണ്ട അളവ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിതിന് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മീറ്റർ എലാസ്റ്റിക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് അളവ് വേണ്ടത്, എലാസ്റ്റിക്കിൻ്റെ അളവ് 13 വേണ്ടത്. 13 എടുക്കേണ്ടത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ നേരെ 13 എടുക്കാൻ പാടില്ല. ഇങ്ങനെ മടക്കിയിട്ട് എടുക്കണം 13. ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് 13 എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ആ പീസ് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് 13 ഉണ്ട് ഈ പീസ്. ഈ ഒരു പീസ് 13 എൻ്റെ എലാസ്റ്റിക്കിൻ്റെ അളവ് വരുന്നത്. എന്നിട്ട് 13 കിട്ടുന്നിടത്ത് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇത് 2 മടക്കാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം. ഒറ്റ മടക്കാക്കിയിട്ട് കട്ട് ചെയ്ത് പോരുത്. അപ്പം നമുക്ക് എലാസ്റ്റിക് വെക്കാൻ പറ്റില്ല. ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റിലേക്ക് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു രീതിയിലാണുള്ളത്. ഇതിൻ്റെ മേലെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ വെട്ടിയ ഇതിൻ്റെ മേലെ ഭാഗം എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം എടുത്തിട്ട് ഈ ഒരു
ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, മടക്ക് ഭാഗം, ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. എലാസ്റ്റിക്കിൻ്റെ അളവിൽ ഇങ്ങനെ മടക്കാം. ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് എലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചടിക്കും. പക്ഷേ എങ്കിൽ ഈ ഒരു ലൈനിങ് ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു മടക്കുക, രണ്ടാമതൊരു മടക്കുക, എന്നിട്ട് ഇങ്ങനെ ഓൾ റൗണ്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ലാസ്റ്റ് ഗ്യാപ്പ് വരുന്നത് വരെ അടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് റൗണ്ട് അടിച്ചെടുക്കാം. ഇത് ഓൾ റൗണ്ടിൽ ഞാൻ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. എലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഞാനൊരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ചെറുങ്ങനെ ഇവിടെ ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ എലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് ഓൾ റൗണ്ട് വലിച്ചെടുക്കണം. ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫുൾ വലിച്ചെടുക്കാം. ഇനി വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണാം. ഇത് ഓൾ റൗണ്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒരു കുറച്ചൊരു 5-8 അടി അടിക്കണം. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 5-8 അടി അടിച്ചിട്ട് ഇത് അടിക്കാനുണ്ട്. ഇതിൻ്റെ എലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് അതും കൂടെ ഞാൻ എലാസ്റ്റിക് ഒക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ ഒരു അടിപ്പ് കൊടുക്കണം. പാൻറ്റ് കാണുമ്പം നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ വലുതായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് എലാസ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരക്ക് കറക്റ്റായിട്ടുള്ള അളവിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഓൾറെഡി അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സൂചി താത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആദ്യം സൂചി ഇങ്ങനെ താഴോട്ടേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ അടിക്കും തോറും ഇങ്ങനെ ഇതുള്ളത് പോലെ തന്നെ വലിച്ചു കൊടുക്കണം. അല്ലാതെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടണമെന്നില്ല. സൂചി എപ്പോഴും ഇങ്ങനെ അതിൽ താഴോട്ടായിരിക്കണം. പൊന്തി നിന്ന് കഴിഞ്ഞാൽ വലിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. പാൻറ്റും അടിച്ച് കഴിഞ്ഞിട്ട് എലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എലാസ്റ്റിക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഞാൻ ചെറിയ പിന്നാണ് എടുത്തത്. വലിയ പിന്ന് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് റൗണ്ടിൽ ഇടാൻ പറ്റും. ചെറിയ പിന്നാകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. വലിയ പിന്നാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കഴിയും. ഇതാ ഈ ഒരു രീതിയിൽ കറക്റ്റ് അളവിൽ എലാസ്റ്റിക്കും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാൻറ്റും അതേപോലെ ഫ്രണ്ട് ടോപ്പും ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഷോളാണ്. ഷാളിന് വേണ്ടിയിട്ട് ഇതാ ഷോള് 2.25 മീറ്ററാണ് ഷോള് ഞാൻ എടുത്തത്. അതേപോലെ ലൈസും 8 മീറ്ററാണ്. ഇത് നമുക്കിതിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത് രീതിയിലാണ് നമുക്ക് ലൈസ് വെക്കേണ്ടത്. ഇങ്ങനെ ലൈസ് വെച്ച് ഓൾ റൗണ്ട് അടിച്ചു കൊടുക്കണം. ഓൾ റൗണ്ടായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ബാക്കി എങ്ങനെയാണെന്നുള്ളത്. ഷാളിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഞാൻ ലൈസ് ഓൾ റൗണ്ട് ഭാഗം ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ ഭാഗവും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ഈ ഒരു ഷറാറ നമ്മൾ അടിച്ച് കഴിഞ്ഞു. ഇത് ഞാൻ ഫുള്ളായിട്ട് വേറെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ ഏഡാക്കുന്നുണ്ട്. നമ്മൾ ഷറാറ ഡ്രസ്സ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാൻറ്, ടോപ്പ്, ഷോളിനൊക്കെ മൊത്തം ലൈസ് കൊടുത്തിട്ട് ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഞാൻ ഫുൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇതേപോലെ തന്നെ പുതിയ മോഡൽ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.